അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധവും സൗജന്യവുമായിരിക്കണം. അധ്യയന സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കണം. നിലവിലുള്ള വിദ്യാലയങ്ങൾ വൈകിട്ട് 6 മുതൽ 8 വരെ നൈപുണ്യ വികസനത്തിനാവശ്യമായ പഠനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ പഠനവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല, നിലവിലെ സ്ഥാപനങ്ങളുടെ ആസ്തി സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടും. സർക്കാർ സ്കൂളുകളിൽ സ്വന്തം മക്കളെ പഠിപ്പിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ശമ്പളത്തിൻ്റെ 20% സർക്കാർ സ്കൂളുകളിലെ BPL കുട്ടികൾക്ക് നൽകും വിധത്തിൽ നിയമം നടപ്പിലാക്കണം. ഓരോ വിദ്യാലയങ്ങളിലും കൗൺസിലിംഗ് സംവിധാനം നിർബന്ധമാക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ സീറ്റ് ലഭ്യതയും വിദ്യാർത്ഥികളുടെ എണ്ണവും ഒട്ടും ആനുപാതികമല്ല. ഇക്കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് ആകെ 9760 സീറ്റുകളിലേക്ക് വന്ന അപേക്ഷകൾ 67,000 ആണ്. ആവശ്യമായ സീറ്റിൻ്റെ വെറും 16%. വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ സംസ്ഥാനത്ത് ഇല്ലാതെ വരികയും അവരുടെ അഭിരുചിക്ക് യോജിക്കാത്ത കോഴ്സുകളിൽ ചേരേണ്ടി വരികയും ചെയ്യുന്നത് വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയും അവകാശ ലംഘനവുമാണ്. തുടർ പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഏറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടും വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടും പുറമേ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 200% വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അവരെ എല്ലാ നിലക്കും സുരക്ഷിതരാക്കുന്ന സാമ്പത്തിക പിന്തുണ നൽകേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ കാലങ്ങളായുള്ള നിരുത്തരവാദപരമായ ഈ സമീപനത്തിൻ്റെ ഇരകളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ എടുത്ത എല്ലാ വിദ്യാഭ്യാസ ലോൺ ബാധ്യതകളും മുഴുവനായി എഴുതി തള്ളേണ്ടതാണ്.